നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവ നമുക്ക് ഉപകാരപ്രദമായി തീരാറുണ്ട്. നമ്മൾ പറയത്തില്ലേ, ദൈവം കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ദൈവം ഇന്നതിൻ്റെ രൂപത്തിൽ വന്നതാണ്, അല്ലെങ്കിൽ ദൈവം ഇടപെട്ടു, എന്നെ രക്ഷിച്ചു, ആ സമയത്ത് അങ്ങനെ അതിലൂടെ പ്രവർത്തിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലൊരു സംഭവമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, 2023 ഒക്ടോബർ 7 ഇസ്രായേലിലെ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർത്തവം കൊണ്ട് അവളുടെ ജീവൻ അല്ലെങ്കിൽ അവളുടെ മാനം വരെ രക്ഷിച്ച ഏറ്റവും വലിയൊരു സംഭവമായിട്ട് അവളുടെ ജീവിതത്തിലെ ആർത്തവം മാറി എന്ന ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്ത ഞാൻ 2 ദിവസം മുമ്പാണ് കാണുന്നത്. ന്യൂയോർക്ക് ടൈംസ് അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് അടിക്കുന്നു, നമ്മൾ ഇസ്രായേലിലെ ന്യൂസ് പേപ്പറാണ് അല്ലെങ്കിൽ ഇസ്രായേലിലെ മാധ്യമമാണ് നമ്മൾ റെഫറൻസ് ചെയ്യുന്നതെന്നൊക്കെ. ഒരു പരാതിയും വേണ്ട, ഇന്ന് നേരെ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസാണ് നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു അഭിമുഖമാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇസ്രായേലിലെ ഒരു പെൺകുട്ടി, ഇലാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഇലാന 2023 ഒക്ടോബർ 7 ഇലാനയും അവരുടെ ജീവിത പങ്കാളിയും ഒരുമിച്ച് കിബൂട്സ് നിറോസ് എന്ന് പറയുന്ന തെക്കൻ ഇസ്രായേലിലെ ചെറിയ ഗ്രാമത്തിൽ സ്വന്തം വീട്ടിൽ കിടന്നു ഉറങ്ങുന്ന സമയത്താണ് ഹമാസിൻ്റെ ഏറ്റവും വലിയ ഭീകരാക്രമണമായ ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നത്. അവരെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് ഉണ്ടായത്. ഇസ്രായേലിൽ നിന്നും ഗാസയിലേക്ക് കൊണ്ടുപോയ ആ ഒരു കാര്യവും അതോടൊപ്പം തന്നെ അവിടെ നടന്ന സംഭവമൊക്കെ ന്യൂയോർക്ക് ടൈംസിനോട് ഇലാന ഗ്രീറ്റ്സെവ്സ്കി എന്ന് പറയുന്ന ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവളുടെ ജീവിത പങ്കാളി മത്താൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്, 25 വയസ്സുള്ള. അവൾ തൻ്റെ ജീവിതാനുഭവം ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തി. അത് ഈ ചൊവ്വാഴ്ച ഞാൻ വായിക്കാനിടയായി. ആ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എങ്ങനെ ആർത്തവം അവളെ രക്ഷിച്ചു, അല്ലെങ്കിൽ ആർത്തവം അവൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു, അതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലെ കിബൂസ് നിറോസിൽ വന്ന് ഈ പെൺകുട്ടിയെയും അവരുടെ ജീവിത പങ്കാളിയെയും കസ്റ്റഡിയിലെടുക്കുന്നു. അവിടെ വെച്ച് ഒരുപാട് ദ്രോഹിക്കുന്നു, പീഡിപ്പിക്കുന്നു, അടിക്കുന്നു, തല്ലുന്നു. അതിനുശേഷം ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഗാസയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ കാര്യം അതുപോലെ പച്ചയ്ക്ക് പറയാൻ സാധിക്കില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ അറയ്ക്കുന്ന തരത്തിലുള്ള, അറപ്പുള്ള അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള സ്വഭാവ വൈകല്യമാണ് ഈ യഹൂദ പെൺകുട്ടിയോട് ഈ ഗാസയിൽ നിന്ന് വന്ന ഹമാസ് ഭീകരർ സ്വീകരിച്ചത്. അത് അവൾ പച്ചയ്ക്ക് തന്നെ ന്യൂയോർക്ക് ടൈംസിനോട് പറയുന്നുണ്ട്. ബൈക്കിൽ 2 പേരുടെ ഇടയിലിരുത്തിയാണ് ഗാസയിലേക്ക് കൊണ്ടുപോയതെന്ന്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് പുറകിലിരുന്ന ഭീകരൻ കൈയെടുത്ത് അവളുടെ മാറിടത്തിൽ സ്പർശിച്ചു കൊണ്ടിരുന്നതായിട്ട് അവൾ വെളിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് അവളുടെ കാലുകൾ ഈ ബൈക്കിൻ്റെ പുകക്കുഴൽ, അതായത് സൈലൻസറിൽ അമർത്തുകയും സൈലൻസറിൽ കൊള്ളുകയും വളരെ ഗുരുതരമായിട്ട് പൊള്ളലേൽക്കുകയും ചെയ്ത സാഹചര്യം പറയുന്നു. അതിനുശേഷം ഗാസയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ബോധം മറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിങ്ങനെയാണ് പറയുന്നത്. അവൾ ഉണർന്നപ്പോൾ 7 തോക്കുധാരികൾ അവളുടെ മേൽ നിൽക്കുന്നതാണ് അവൾ കണ്ടത്. അവളുടെ ഷർട്ട്, അതായത് ടോപ്പ് ശരീരത്തിൽ ഇല്ലായിരുന്നു. അതിലർത്ഥം മനസ്സിലായല്ലോ, അതൊക്കെ ഈ ഭീകരന്മാർ ഉരിഞ്ഞു മാറ്റിയിരുന്നു. ഇട്ടിരുന്ന പാൻറ് ഉൾപ്പെടെ, അടിവസ്ത്രം ഉൾപ്പെടെ ഉരിഞ്ഞു മാറ്റിയ നിലയിലാണ്, പൂർണ്ണ നഗ്നയായിരുന്നുവെന്നാണ് ഉണർന്നപ്പോൾ അവൾ മനസ്സിലാക്കിയെടുത്തത്. അവൾ കണ്ണുയർത്തി നോക്കിയപ്പോൾ തോക്ക് പിടിച്ചുകൊണ്ട് 7 പേര് അവളുടെ മുകളിൽ നിൽക്കുന്നതായിട്ട് അവൾ കണ്ടു. അതിനുശേഷം അവൾ നോക്കുമ്പോഴാണ് അവൾക്ക് ആർത്തവം ഉണ്ടായതായിട്ട് അവൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കണം, ഇവളെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഈ ആർത്തവം കാരണം ഈ ഭീകരർ ഇവളെ പീഡിപ്പിക്കാതെ വെറുതെ വിട്ടു എന്നാണ് അവൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇലാന ഗ്രീറ്റ്സെവ്സ്കി എന്ന ഈ പെൺകുട്ടി സാക്ഷ്യപ്പെടുത്തുന്നത്
ആർത്തവം അവൾക്ക് ഒരു അനുഗ്രഹമായി മാറി എന്നാണ്. ഹമാസിൻ്റെ ഭീകരർ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അവൾക്ക് ആർത്തവം ഉണ്ടായതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു എന്നാണ് ഈ ഇലാന ഗ്രീറ്റ്സ്വെസ്കി ഇവിടെ പറയുന്നത്. അവൾ പറയുകയാണ്, അന്നു വരെ അവളുടെ ജീവിതത്തിൽ ആ ദിവസം വരെ ഈ ആർത്തവം എന്നൊരു സംഭവത്തിൽ അവൾ ഒരു ശാപമായിട്ടോ അല്ലെങ്കിൽ ഒരു ദുരന്തമായിട്ട് കണ്ടിരുന്നവൾ ആ ആർത്തവത്തോട് നന്ദിയുള്ളവളായി തീർന്നു എന്നാണ് അവളുടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി മോചിപ്പിക്കപ്പെടാനുള്ള ബന്ദികളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഈ മത്താൻ എന്ന് പറയുന്ന ഇവളുടെ പങ്കാളി ഇപ്പോഴും ഗാസയിലെ ഹമാസിൻ്റെ തടവറയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവൾ മറ്റൊരു അനുഭവം കൂടി പറയുന്നു. ഇവൾ ഏകദേശം ഒക്ടോബർ 2023 നവംബറിൽ തന്നെ മോചിപ്പിക്കപ്പെട്ട, അത് ആദ്യത്തെ രണ്ടാമത്തെയൊക്കെ ആൾക്കാരെ മോചിപ്പിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ മോചിപ്പിച്ച ആ കൂട്ടത്തിലാണ് ഇലാന ഗ്രീറ്റ്സ്വെസ്കി ഉള്ളത്. അതുകൊണ്ട് തന്നെ 1 മാസത്തോളം മാത്രമേ അവൾ ഗാസയിലെ ഹമാസിൻ്റെ പിടിയിൽ കഴിഞ്ഞിരുന്നുള്ളൂ. അവൾ പറയുകയാണ്, ഇവളെ ഒരു ഭീകരൻ സമീപിച്ചിട്ട് പറഞ്ഞെന്ന്, ബന്ദി കരാറിലെത്തിയാൽ പോലും നിന്നെ ഞങ്ങൾ ഇസ്രായേലിലേക്ക് വിടില്ല എന്ന് അവൻ പറഞ്ഞു. കാരണം അവൻ പറഞ്ഞത് അവൻ ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അവളിൽ കുട്ടികളുണ്ടാകാനും ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ ഭീകരൻ പറഞ്ഞതായിട്ട് ഈ ഇലാന ഗ്രീറ്റ്സ്വെസ്കി ഈ ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തുകയാണ്. ഇതിനുശേഷം അവൾ പറയുകയാണ്, അന്താരാഷ്ട്ര വനിതാ സംഘടനകൾ ഹമാസിൻ്റെ ലൈംഗിക അതിക്രമങ്ങളെ അപലപിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന ഇലാന പറയുകയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിൽ മുൻ തടവുകാരും അത് അതിജീവിച്ചവരും തീവ്രവാദികൾ ലൈംഗികമായിട്ട് വളരെ ക്രൂരമായിട്ട് ഉപയോഗിച്ചുവെന്നും അതിന് സാക്ഷ്യം വഹിച്ചതായിട്ടും മറ്റുള്ളവരും സാക്ഷ്യം വഹിച്ചതായിട്ടും ഇലാന ഗ്രീറ്റ്സ്വെസ്കി ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ നിന്നാണ് ഈ ഹമാസ് ഭീകരർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇവൾ ആഭരണങ്ങൾ ധരിച്ചിരുന്നു, സ്വർണ്ണാഭരണങ്ങൾ, അതെല്ലാം ഇവർ മോഷ്ടിച്ചെടുത്തതായിട്ട്, ഹമാസ് മോഷ്ടിച്ചെടുത്തതായിട്ട് അവൾ പറയുകയാണ് ഇവിടെ. എന്തായാലും വലിയ ധീരതയോടെയാണ് ഈ പെൺകുട്ടി ഇവൾക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ലോകത്ത് ഒരുപാട് ആളുകൾ വീക്ഷിക്കുന്ന ഒരു മാധ്യമമാണ് ന്യൂയോർക്ക് ടൈംസ്. അപ്പോൾ അവരോടാണ് ഇലാന ഗ്രീറ്റ്സ്വെസ്കി ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ അഭിമുഖം പുറത്തുവിട്ടിരിക്കുന്നത്. സംശയമുള്ളവർക്ക് അത് കയറി നോക്കാവുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് ആരും കരുതണ്ട. ഇതിൻ്റെ ചെറിയ ഷോർട്ട് കട്ട്സുകൾ എൻ്റെ സൈഡിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനായിട്ട്, അവരുടെ പങ്കാളി ഉൾപ്പെടെയുള്ള ആളുകളെ മോചിപ്പിക്കുന്നതിനായിട്ട് അവളും സമരമുഖത്താണ്, അവളുടെ അമ്മയും ഈ സമരമുഖത്താണ്. ഒരുപാട് ബന്ദികൾ ഇനിയും മോചിപ്പിക്കപ്പെടാനുണ്ട്. അവരുടെ മോചനം കാത്തു കഴിയുകയാണ് ഇസ്രായേൽ. എന്തായാലും ആർത്തവം ഒരു അനുഗ്രഹമായി മാറ്റിയ അല്ലെങ്കിൽ അനുഗ്രഹമായി മാറിയ, അത് ജീവിതത്തിൽ വലിയ ഉപകാരപ്പെട്ട അല്ലെങ്കിൽ ഭീകരവാദികളുടെ കയ്യിൽ നിന്നും ലൈംഗികമായൊരു പീഡനത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത വലിയൊരു കാര്യമാണ് അവളുടെ ആർത്തവം എന്ന് മനസ്സിലാക്കി അതിനോട് നന്ദിയുള്ളവളായി തീർന്ന ഇലാന ഗ്രീറ്റ്സ്വെസ്കിയുടെ കഥയാണ്, അവളുടെ അഭിമുഖമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ന്യൂയോർക്ക് ടൈംസിൽ വന്നത്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റു വിശേഷവുമായിട്ട് ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്മകൾ തരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.